ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ഇപ്രാവശ്യത്തെ നമ്മുടെ കനകമലയിലോട്ടുള്ള യാത്ര നമ്മുടെ ഓഫീസിലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമായിരുന്നു. ഏകദേശം ഞങ്ങൾ ഒരു 9 പേരോളായിട്ടാണ് ഈ യാത്ര തുടങ്ങിയത്. ഭൂരിഭാഗം പേരും ആദ്യമായിട്ടാണ് കനകമല കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ അടിപ്പള്ളിയിൽ ചെന്ന് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ യാത്ര ആരംഭിച്ചു. അപ്പോൾ അവിടെ നിന്ന് പതുക്കെ നമ്മൾ ഇറങ്ങി നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കനകമലയിലോട്ടുള്ള ലൈറ്റുകൾ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത് കണ്ടപ്പോൾ തന്നെ കുറച്ച് പേർക്കൊക്കെ ചെറുതായിട്ട് പേടിയായി കയറാൻ പറ്റും എന്നുള്ളതൊക്കെ. ബട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും കൈവിടാതെ തന്നെ പ്രാരംഭ സ്ഥലത്ത് നിന്ന് കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. അപ്പോൾ അവിടെ കുറേ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസങ്ങളിൽ നിയോഗങ്ങൾ സമർപ്പിച്ചവരും ഓരോ ദിവസത്തെ ദിവ്യബലി ക്രമങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വടി കുത്തിപ്പോയിട്ടുള്ള കുട്ടികളൊക്കെ വടി തിരിച്ചേൽപ്പിക്കുന്നുണ്ട്. കൂടുതലുള്ളവർക്ക് വടി വേണമെന്ന് ചോദിച്ചപ്പോൾ ആർക്കും വടി വേണ്ടാന്ന് പറഞ്ഞു. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഒരു മല കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി മല കയറുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ കയറി പോകെ എല്ലാവർക്കും മനസ്സിലായി ഇത് കാണുന്നത്ര എളുപ്പമല്ല എന്നുള്ളത്. കാരണം മലയാറ്റൂർ മല കയറിയിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളതെങ്കിൽ പോലും കനകമല ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ മലയാറ്റൂർ മല വെച്ച് നോക്കുമ്പോൾ ദൂരം കുറവാണെന്നുണ്ടെങ്കിൽ പോലും കയറാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ 4ാമത്തെ സ്ഥലത്ത് നിന്ന് 5ാമത്തെ സ്ഥലത്തോട്ടുള്ള കുരിശ് കാണാം. ബട്ട് അവിടത്തോട്ട് എത്തിപ്പെടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെയാണോ ഈ മല കയറിയെന്ന് അത്ഭുതം തോന്നിക്കുന്ന തരത്തിലായിരുന്നു. ചിലപ്പോഴൊക്കെ താഴത്തോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് വ്യൂവിൽ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടായിരുന്നത്. കാരണം എളുപ്പമല്ലായിരുന്നു കയറാനായിട്ട്. പിന്നെ ഇവിടുന്ന് മുകളിലോട്ട് കയറും തോറും താഴോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ നല്ല ഭംഗിയായിരുന്നു കാണാൻ. പ്രത്യേകിച്ച് പകലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായെന്നാണ് തോന്നിയത്. പിന്നെ ഞാൻ കയറണേൻ്റെ ആ ഒരു ഡിഫിക്കൽറ്റി മനസ്സിലാവാനായിട്ട് ജസ്റ്റ് ഒരു സെൽഫി വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. ചെറുതായിട്ട് എൻ്റെ കാലൊന്ന് സ്ലിപ്പായി. ഭാഗ്യത്തിന് നിലത്തൊന്നും വീണില്ല. ദൈവം കാത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാണ്ട് അവിടെ നിന്ന് അങ്ങനെ യാത്ര എത്തി. ഞങ്ങൾ 14ാം സ്ഥലത്ത് എത്തിയപ്പോൾ ഭയങ്കരമായിട്ടൊരു സമാധാനവും സന്തോഷവും എന്തെന്നില്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു. കാരണം കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മുകളിലത്തെ പള്ളിയിലോട്ട് എത്തി. നമ്മൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അവരുടെ നിയോഗങ്ങൾ കാര്യങ്ങളൊക്കെ സമർപ്പിച്ചു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഫീലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് നിയോഗങ്ങളും ഒരുപാട് നമ്മൾ വേദനകളും സഹനങ്ങളൊക്കെ സഹിച്ചിട്ടാണ് അവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഇവിടെ നേർച്ച സംഭാവനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ട്. ഇതൊക്കെ എൻ്റെ കയ്യിൽ നേർച്ച തന്നിട്ടുള്ളതാണ്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇവിടെ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതിന് ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പള്ളിയുടെ ബാക്കിലോട്ട് വന്നിരുന്ന് സ്നാക്സും വെള്ളമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഫോട്ടോ എടുത്തതിന് ശേഷം പതുക്കെ ഞങ്ങൾ ഇറങ്ങി. കയറിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇറങ്ങാനെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ താഴെ എത്തിയപ്പോൾ വാഷിംഗ് ഏരിയയിൽ മുഖം കഴുകിയതിന് ശേഷം വാഷ്റൂമിൽ കയറിയപ്പോൾ പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൊരു വാഷ്റൂം കാണാനായിട്ട് സാധിക്കും. നല്ല ക്ലീൻ ആയിരുന്നു. ഓൾസോ ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് മേടിക്കാനായിട്ട്. ബട്ട് നമ്മുടെ മോസ്റ്റ് അട്രാക്റ്റീവ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഈ കഞ്ഞിയും ചമ്മന്തിക്ക് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു ഈവൻ ഞാൻ പോലും ഇത്ര വെയിറ്റിംഗ് ആയിരുന്നത്. അത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു. അവിടെ ഇങ്ങനെ ഇരുന്ന് പതുക്കെ ചെറിയൊരു കാറ്റൊക്കെ കൊണ്ട് ഈ പള്ളിയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. ദെൻ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്നും കൂടി നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു സെൽഫി എടുത്ത് വീട്ടിലോട്ട് ഞങ്ങൾ തിരിച്ചു.